ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കേരള കോൺഗ്രസിൽ പൊട്ടിത്തെറി. ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. പാർട്ടിയിലെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജി. UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. 24-ലൂടെയാണ് സജി മഞ്ഞക്കടമ്പിൽ തന്റെ രാജിപ്രഖ്യാപനം നടത്തിയത്. ഒരു പാവയായി, ഒരു മണ്ടനായ ജില്ലാ പ്രസിഡന്റായി തുടരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ അവരെ ഉപദ്രവിക്കാനില്ല. പാർട്ടി കേരള കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി അതൃപ്തനായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പൂർണ്ണമായും അവഗണിച്ചതോടെയാണ് രാജിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ, ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ, കലാകാലങ്ങളിൽ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് കൺവീനർ, ചെയർമാനായിരിക്കുന്നത് DCCയുടെ പ്രസിഡന്റുമാണ്. അതിന് ഘടകവിരുദ്ധമായി ഇത്തവണ കൺവീനർ സ്ഥാനം, ജനറൽ കൺവീനർ സ്ഥാനം മോൻസ് ജോസഫ് അങ്ങ് ഏറ്റെടുത്തു. ചെയർമാനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻജി, അദ്ദേഹത്തോട് പണക്കില്ല, അദ്ദേഹം ഏറ്റെടുക്കില്ലെന്നുണ്ട്. അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് എന്നെ വെട്ടാൻ വേണ്ടി അദ്ദേഹം തന്ത്രപൂർവ്വം നീക്കി. ഇന്നലെ പറഞ്ഞല്ലോ, നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് നാലാമത് എന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് പകരം വേറെ ചില പ്രാതിനിധ്യം പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ചെയ്ത്. അവഗണനയ്ക്ക് പിന്നിൽ മോൻസ് ജോസഫ് MLA ആണെന്നാണ് സജി മഞ്ഞക്കടമ്പിലിന്റെ ആരോപണം. അത് UDF മോൻസ് ജോസഫ് ഉള്ള പാർട്ടിയുമായിട്ടുള്ള ബന്ധം. മോൻസ് ജോസഫ് ഇല്ലാത്ത ഒരു പാർട്ടിയോ ഒരു മുന്നണി ഉണ്ടെങ്കിൽ അവിടെ ഞാൻ കാണില്ല. 5-6 തവണ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഫോണിക്കൂടെ ഞാൻ അതൊക്കെ കേട്ട് ശ്രമിച്ചു. പല തവണയും ഈ സംഭവം ഉണ്ട്. ഇത് ഞാൻ പാർട്ടി നേതാക്കളെ അറിയിച്ചതാ. UDFുമായുള്ള ബന്ധം പൂർണ്ണമായി സജി ഉപേക്ഷിച്ചു. ഭാവി പ്രവർത്തനങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. സജി മഞ്ഞക്കടമ്പിൽ മാത്രമല്ല, കൂടുതൽ നേതാക്കൾക്ക് സമാനമായ പരാതിയുണ്ടെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതും മറനീക്കി പുറത്തു വന്നേക്കാം. അങ്ങനെ വന്നാൽ UDFിന് തെരഞ്ഞെടുപ്പിൽ അത് വലിയ വെല്ലുവിളിയാകും. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24.